ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ തിരുവചന വായന ഭാഗം പുറപ്പാട് 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. പുറപ്പാട് 16 മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് മുഴുവൻ ഇസ്രായേൽ സഭയും മോശയെയും അഹരോനും എതിരെ പിറുപിറുക്കുന്നു. അവർ ക്ഷാമത്തെക്കുറിച്ച് പരാതി പറയുന്നു. മാംസക്കലങ്ങളും അപ്പവും നിറഞ്ഞിരുന്ന മിസ്രൈമിൽ വെച്ച് മരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് അവർ തങ്ങളുടെ അടിമത്തം മറന്ന് പരാതി പറയുന്നു. ദൈവം മറുപടിയായി സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു, അവരുടെ അനുസരണം പരീക്ഷിക്കാൻ. സന്ധ്യയിൽ കാടക്കോഴികൾ വരുന്നു. രാവിലെ മഞ്ഞുപോലെ മന്ന നിലത്ത് കാണപ്പെടുന്നു. ഇതെന്ത് എന്ന് അവർ ചോദിക്കുന്നു. പിന്നീട് അവർ അതിന് മന്ന എന്ന് പേരിടുന്നു. ഓരോരുത്തരും വേണ്ടത്ര മാത്രം ശേഖരിക്കണം. കൂടുതലെടുത്തവർക്കും കുറവെടുത്തവർക്കും കുറവോ അധികമോ ഉണ്ടായില്ല. എന്നാൽ മോശയുടെ കൽപ്പന അനുസരിക്കാതെ ചിലർ അതിനെ സൂക്ഷിച്ചപ്പോൾ അത് കൃമിച്ച് നാറി. 6-ാം ദിവസം മന്ന ഇരട്ടിയായി ശേഖരിക്കുന്നു. 7-ാം ദിവസം ശബത്ത് വിശ്രമം. ചിലർ ശബത്തിൽ പോലും ശേഖരിക്കാൻ പോകുന്നു. ദൈവം അവരെ ശാസിക്കുന്നു. മന്ന 40 വർഷം തുടരുന്നു. ഇത് ഭക്ഷണത്തിൻ്റെ കഥ മാത്രമല്ല, ആത്മീയ രൂപീകരണത്തിൻ്റെ പ്രക്രിയയാണ്. അടിമ മനസ്സിൽ നിന്ന് വിശ്വാസ മനസ്സിലേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ മാറ്റുന്നു. മന്ന നമ്മെ പഠിപ്പിക്കുന്നത് ദിവസേന ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതാണ്. മരുഭൂമികളാകുന്ന ജീവിത കാഠിന്യങ്ങളിൽ അനുദിനം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഇത് ബോധിപ്പിക്കുന്നു. ദൈവം നാളേക്കായി അധികം കൊടുക്കുന്നില്ല, ഇന്നേക്ക് മതിയാകുന്നത് മാത്രം അവൻ തരുന്നു. കാരണം ദൈവവുമായുള്ള ബന്ധം ദിനം പ്രതി വളരണമെന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. മന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം, യഹോവയുടെ തേജസ്. ഇസ്രായേലിനെ തിരിച്ചറിയുവാൻ സാധിച്ചില്ലെങ്കിലും യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. ശബത്ത് വിശ്രമം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഞാൻ നിർത്തിയാലും ദൈവം പ്രവർത്തിക്കും. പിറുപിറുപ്പ് ദൈവത്തിൻ്റെ അനുഗ്രഹം തടയില്ലെങ്കിലും അത് നമ്മുടെ ഹൃദയം വെളിപ്പെടുത്തുന്നു. നമ്മളും പലപ്പോഴും പഴയ സുരക്ഷ ഓർക്കുന്നവരാണ്, അത് അടിമത്തം ആണെങ്കിൽ പോലും. ദൈവം നമ്മെ ദിവസേന വിശ്വാസ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. നാളെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ട് ഇന്നത്തെ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കണം. വിശ്രമം ഇന്നും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. പുറപ്പാട് 17 ഇസ്രായേൽ മരുഭൂമിയിൽ കൂടിയുള്ള തങ്ങളുടെ യാത്ര തുടരുന്നു. പക്ഷേ അവരുടെ പിറുപിറുപ്പ് വീണ്ടും ആവർത്തിക്കുന്നു. രഫീദീമിൽ എത്തിയപ്പോൾ വെള്ളമില്ല. വീണ്ടും ജനങ്ങൾ മോശയോട് കലഹിക്കുന്നു. ഈ പ്രാവശ്യം അവരുടെ നിലപാട് കൂടുതൽ ഗുരുതരമാകുന്നു. യഹോവ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ദൈവത്തെ പരീക്ഷിക്കുന്നു. അവരുടെ പ്രശ്നം വെറും വെള്ളക്കുറവല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയായി മാറുന്നു. ദൈവം മോശയോട് കൽപ്പിക്കുന്നു, മൂപ്പന്മാരെ കൂട്ടിക്കൊണ്ട് നൈൽ നദിയെ അടിച്ച അതേ വടി കൊണ്ട് ഹോറേബിലെ പാറയെ അടിക്കണം. മോശ അങ്ങനെ ചെയ്യുമ്പോൾ പാറയിൽ നിന്ന് ധാരാളമായി വെള്ളം പുറപ്പെടുന്നു. ആ സ്ഥലത്തിന് മസ പരീക്ഷണമെന്നും മെരീബ കലഹമെന്നും പേരിടുന്നു. അതവരുടെ അവിശ്വാസത്തിൻ്റെ അടയാളമായി നിലനിൽക്കുന്നു. ഈ അത്ഭുതകരമായ പരിപാലനത്തിന് പിന്നാലെ ഉടനെ തന്നെ മറ്റൊരു വെല്ലുവിളി ഉയരുന്നു. പുറത്തുനിന്നുള്ള പ്രതിരോധം. അമാലേക്യർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. യോശുവയെ യുദ്ധത്തിന് നേതൃത്വം നൽകുവാൻ നിയമിക്കുന്നു. മോശ ദൈവത്തിൻ്റെ വടിയും കയ്യിൽ പിടിച്ച് മലമുകളിൽ നിൽക്കുന്നു. യുദ്ധം പുരോഗമിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ബന്ധം കാണപ്പെടുന്നു. മോശ കൈ ഉയർത്തുമ്പോൾ ഇസ്രായേൽ ജയിക്കുന്നു. കൈ താഴ്ത്തുമ്പോൾ അമാലേക്ക് മേൽക്കോയ്മ നേടുന്നു. ക്ഷീണം വന്നപ്പോൾ അഹരോനും ഹൂരും മോശയുടെ കൈകൾ പിന്താങ്ങുന്നു. സൂര്യാസ്തമനം വരെ അവയെ സ്ഥിരമായി നിലനിർത്തുന്നു. ഒടുവിൽ ഇസ്രായേൽ അമാലേക്കിനെ തോൽപ്പിക്കുന്നു. ദൈവം ഈ സംഭവത്തെ രേഖപ്പെടുത്താൻ മോശയോട് കൽപ്പിക്കുന്നു. അമാലേക്കിനോടുള്ള തൻ്റെ നിലപാട് തലമുറകളിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഒരു യാഗപീഠം പണിയുന്നു. അതിന് യഹോവ എൻ്റെ കൊടി എന്ന് പേരിടുന്നു. വിജയത്തിൻ്റെ ഉറവിടം ദൈവം തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്. ഈ അധ്യായം നമ്മെ പരിപാലനത്തിൽ നിന്ന് പോരാട്ടത്തിലേക്കുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ച അതേ ജനങ്ങൾ ഇപ്പോൾ ആത്മീയ യുദ്ധത്തെ നേരിടുന്നു. ഇതൊരു സത്യത്തെ വെളിപ്പെടുത്തുന്നു. വിജയം പോരാട്ടങ്ങളെ അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് അതിന് നമ്മെ തയ്യാറാക്കുന്നു. ഹോറേബിലെ പാറയെ അടിച്ചതിന് ആഴത്തിലുള്ള പ്രതീകാത്മകതയുണ്ട്. ന്യായവിധിയുടെ ഉപകരണമാകുന്ന വടികൊണ്ട് പാറയെ അടിക്കുമ്പോൾ ജീവജലം പുറപ്പെടുന്നു. ഇത് ക്രിസ്തു അടിക്കപ്പെട്ടതിലൂടെ കൃപ മനുഷ്യരിലേക്ക് ഒഴുകിയതിൻ്റെ മുൻകുറിയാണ്. നമ്മുടെ ആത്മീയ ദാഹം നമ്മുടെ പരിശ്രമത്തിലല്ല തീരുന്നത്, ക്രിസ്തു സഹിച്ച വേദനയിലൂടെയാണ് അത് നിറവേറുന്നത്. അമാലേക്കിനോടുള്ള യുദ്ധം ആത്മീയ ആശ്രയത്തിൻ്റെ രഹസ്യം പഠിപ്പിക്കുന്നു. വിജയം യുദ്ധഭൂമിയിൽ മാത്രം തീരുമാനിക്കപ്പെടുന്നില്ല, അത് മലമുകളിലാണ് നിർണയിക്കപ്പെടുന്നത്. മോശയുടെ ഉയർന്ന കൈകൾ ഇടപെടലിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും പ്രതീകമാണ്.
അഹ്റോനും ഹൂരും ആവശ്യമായത് നമ്മെ പഠിപ്പിക്കുന്നു. ഏറ്റവും ശക്തനായ നേതാവിനും പിന്തുണ ആവശ്യമാണ്. ആത്മീയ വിജയം പലപ്പോഴും വിശ്വാസം, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത ഫലമാണ്. യഹോവ എൻ്റെ കൊടി എന്നത് വിജയത്തിൻ്റെ തിരിച്ചറിയലും ആധാരവും ദൈവം തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ജയം നേടാൻ വേണ്ടി പോരാടുന്നില്ല, അവർ ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പോരാടുന്നു. ജീവിതത്തിൽ പലപ്പോഴും ആവശ്യങ്ങളും പോരാട്ടവും തമ്മിൽ മാറി മാറി ഉണ്ടാകുന്നു, ക്ഷാമവും പ്രതിരോധവും പോലെ. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടിലും വേണ്ടത് ഭയമല്ല, വിശ്വാസമാണ്. വിഭവങ്ങൾ കുറയുമ്പോൾ ദൈവത്തെ പരിപാലകനായി വിശ്വസിക്കുക, ശത്രുക്കൾ ഉയരുമ്പോൾ ദൈവത്തെ രക്ഷകനായി ആശ്രയിക്കുക. പലരും ജീവിതത്തിലെ പോരാട്ടങ്ങൾ മനുഷ്യശക്തിയാൽ മാത്രം നേരിടാൻ ശ്രമിക്കുന്നു. മലമുകളിൽ എന്താണ് നടക്കുന്നതെന്ന് മറക്കുന്നു. പ്രാർത്ഥന ഒരു തിരഞ്ഞെടുപ്പല്ല, അത് നിർണായകമാണ്. ദൃശ്യലോകത്തിലുണ്ടാകുന്ന ഫലങ്ങൾ പലപ്പോഴും അദൃശ്യ ലോകത്തിൽ തീരുമാനിക്കപ്പെടുന്നു. ഇത് ഒറ്റപ്പെടലിനെയും ചോദ്യം ചെയ്യുന്നു. മോശയ്ക്ക് അഹ്റോനും ഹൂരും ആവശ്യമുണ്ടായതുപോലെ നമ്മൾക്കും ആത്മീയ പിന്തുണ ആവശ്യമാണ്. അഭിമാനം സഹായം നിരസിക്കും, വിനയം വിജയത്തെ നിലനിർത്തും. അവസാനമായി ഈ അധ്യായം ഒരു ഗൗരവമുള്ള ചോദ്യം ചോദിക്കുന്നു. സമ്മർദ്ദം വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ചോദ്യം ചെയ്യുകയാണോ, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ അടുക്കുകയാണോ? പുറപ്പാട് 18 ഈ സംഭവങ്ങൾക്ക് ശേഷം മിദ്യാന്യ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ യിത്രോ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. അവരെ എങ്ങനെ രക്ഷിച്ചു, എങ്ങനെ നിലനിർത്തി എന്നത്. അവൻ മോശയെ കാണാൻ വരുന്നു, സിപ്പോറയെയും മോശയുടെ പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട്. അവരുടെ കൂടിക്കാഴ്ച സ്നേഹപൂർവ്വമാണ്. മോശ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളെല്ലാം വിശദമായി പറയുന്നു. യിത്രോ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവ എല്ലാ ദേവന്മാരിലും വലുതാണെന്ന് അംഗീകരിക്കുന്നു. അവൻ ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കുന്നു. അടുത്ത ദിവസം ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ മോശയുടെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ മോശ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ ന്യായം വിധിക്കുന്നതായി യിത്രോ കാണുന്നു. ഈ ജോലിഭാരം വളരെ കൂടുതലാണ്. ജനങ്ങൾ മുഴുവൻ ദിവസം കാത്തു നിൽക്കുന്നു. യിത്രോ ജ്ഞാനത്തോടെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. നീ ചെയ്യുന്നത് നല്ലതല്ല, നീയും ഈ ജനങ്ങളും ക്ഷീണിച്ച് വീഴും. അവൻ ഉപദേശം നൽകുന്നു. നീ ദൈവത്തിൻ്റെ മുമ്പിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കണം, അവരെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിപ്പിക്കണം. എന്നാൽ കഴിവുള്ള, ദൈവഭയമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് 1000, 100, 50, 10 എന്നിങ്ങനെ വിഭാഗങ്ങളിൽ നിയമിക്കണം. സാധാരണ കാര്യങ്ങൾ അവർ പരിഹരിക്കട്ടെ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രം മോശയുടെ അടുത്തേക്ക് വരട്ടെ. മോശ ഇത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അവൻ ഈ സംവിധാനം നടപ്പിലാക്കുന്നു, അധികാരം പങ്കിടുന്നു, ഭാരം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. ന്യായവിധി കൂടുതൽ കാര്യക്ഷമമാകുന്നു, ജനങ്ങൾ സംതൃപ്തരായി മടങ്ങുന്നു. തുടർന്ന് യിത്രോ തിരികെ പോകുന്നു. ഈ അധ്യായം മനുഷ്യരിലൂടെ ദൈവജ്ഞാനം വെളിപ്പെടുന്നു എന്ന സത്യത്തെ വ്യക്തമാക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും അത്ഭുതങ്ങളിലൂടെയോ അതിശയകരമായ വെളിപ്പെടുത്തലുകളിലൂടെയോ മാത്രം സംസാരിക്കുന്നില്ല, ചിലപ്പോൾ ജ്ഞാനമുള്ള ബന്ധങ്ങളിലൂടെയും സംസാരിക്കുന്നു. മോശയുടെ മഹത്വം അവൻ്റെ നേതൃത്വത്തിലൂടെ മാത്രമല്ല, അവൻ കേൾക്കാൻ തയ്യാറായിരുന്നതിലൂടെയുമാണ്. ഇത് നേതൃത്വത്തിൻ്റെ ദൈവിക മാതൃകയെ കാണിക്കുന്നു. എല്ലാം ഒറ്റയ്ക്ക് വഹിക്കുന്നത് ശക്തിയുടെ അടയാളമല്ല, പലപ്പോഴും അത് അവിശ്വാസത്തിൻ്റെയോ നിയന്ത്രണാഭിലാഷത്തിൻ്റെയോ അടയാളമാണ്. ഇവിടെ നേതൃത്വം പുനർവ്യാഖ്യാനിക്കപ്പെടുന്നു. നിയന്ത്രണം കൈവശം വയ്ക്കുക എന്നതല്ല, മറ്റുള്ളവരെ ശേഷിയുള്ളവരാക്കുക എന്നതാണ്. ഉത്തരവാദിത്വം കൂടുമ്പോൾ വളർച്ച സ്ഥിരതയുള്ളതാകുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരാളെ തകർക്കാനല്ല, ഒരു സമൂഹത്തിലൂടെ ഒഴുകാനാണ്. ഇന്ന് പ്രത്യേകിച്ച് ശുശ്രൂഷയിലും നേതൃത്വത്തിലും ക്ഷീണം ഒരു നിശബ്ദ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ അധ്യായം വ്യക്തമായി പറയുന്നു, എല്ലാം എൻ്റെ മേൽ ആശ്രയിക്കുന്നു എന്ന നിലയിലാണെങ്കിൽ എന്തോ തെറ്റാണ്. ഉത്തരവാദിത്വം പങ്കിടുന്നത് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനല്ല, അത് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതാണ്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇത് സംവിധാനത്തിൻ്റെ പ്രാധാന്യവും പഠിപ്പിക്കുന്നു. ആത്മീയ ജീവിതം അക്രമരഹിതമല്ല. ന്യായവും വ്യക്തതയും കാര്യക്ഷമതയും കൊണ്ടുവരുന്ന ക്രമീകരണങ്ങൾ ദൈവം വിലമതിക്കുന്നു. അവസാനമായി ഇത് അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു. നമുക്ക് തിരുത്തൽ സ്വീകരിക്കാൻ കഴിയുമോ? എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സമ്മതിക്കാനാകുമോ? ഞാൻ ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിൽ പൂർണ്ണ ആശ്രയത്തോടെ ജീവിക്കുന്നുവോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ പോരാട്ടങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ, അല്ലെങ്കിൽ ദൈവത്തെയും ആത്മീയ കൂട്ടായ്മയെയും ആശ്രയിക്കുകയാണോ? ഈ ചിന്തകളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.